രാജ്യത്ത് മലയോര മേഖല വന്യമൃഗ പ്രശ്നം എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു പരിഹാരം കണ്ടെത്തേണ്ടത് ഈ പറയുന്ന കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ അസ്തിത്വത്തിന്റെ പ്രശ്നം കൂടിയാണ്. കാരണം മലയോര മേഖല ഒരു പാർട്ടിയാണ്. വോട്ട് കിട്ടണമെങ്കിൽ ഈ വന്യമൃഗ പ്രശ്നങ്ങൾ അടക്കം പരിഹരിക്കേണ്ടതുണ്ട്, ജനങ്ങളോടൊപ്പം നിൽക്കേണ്ടതുണ്ട്. ഇത്തരത്തിൽ ഈ പ്രശ്നത്തിൽ തുടർച്ചയായി വീഴ്ച വരുത്തുന്ന ആരോപണം നേടുന്ന ഈ വനം വകുപ്പിനെ പ്രതിരോധിച്ച് നിന്ന് കഴിഞ്ഞാൽ അവരുടെ അസ്തിത്വത്തെ ചോദ്യം ചെയ്യുന്ന പോലെയാകും. അതുകൊണ്ട് തന്നെ അവരുടെ നിലനിൽപ്പിന് വേണ്ടി കൂടി ആയിരിക്കില്ലേ വനം വകുപ്പിനെതിരെ ഇത്തരത്തിൽ രൂക്ഷ വിമർശനം പലപ്പോഴും കേരള കോൺഗ്രസ് എം ഉയർത്തുന്നത്. ഇതിന്റെ പേരിൽ അടിയന്തര ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഈ പറയുന്ന നിയമസഭ ചേരണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകുന്നു. അതുകൊണ്ട് തന്നെ കേരള കോൺഗ്രസ് എം എന്ന പാർട്ടിയുടെ അസ്തിത്വത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടത്തിൽ വനം മന്ത്രിക്കെതിരെയുള്ള വിമർശനങ്ങൾ സ്വാഭാവികമായി ഉയരില്ലേ? അതിനപ്പുറത്തേക്ക് ഈ മുന്നണി സുഹൃത്തുക്കൾ തമ്മിൽ കൂട്ടടിച്ചാൽ ഈ LDF കോട്ടയുടെ ബലം അല്പം കുറയില്ലേ? സുഹൈൽ സൂചിപ്പിച്ച പോലെ കേരള കോൺഗ്രസ് എം മലയോര ജനതയെ, കർഷക ജനതയെ പ്രതിനിധീകരിക്കുന്ന പാർട്ടിയാണ്. മലയോരത്തും ഒപ്പം തന്നെ ഇടനാട്ടിലുമൊക്കെ കർഷകർ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഈ വന്യജീവികളുമായുള്ള സംഘർഷമാണ്. ഈ വന്യജീവി സംഘർഷത്തിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കർഷകരുടെ പ്രശ്നങ്ങൾ ഉയർത്തിക്കാട്ടേണ്ടത് അവരുടെ രാഷ്ട്രീയ ആവശ്യമാണ് കേരള കോൺഗ്രസ് എമ്മിൻ്റെ. അതുകൊണ്ടാണ് നിരന്തരം വനം വകുപ്പിനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രതികരണങ്ങളുമായി പാർട്ടി ചെയർമാൻ ജോസ് കെ മാണി അടക്കമുള്ളവർ രംഗത്ത് വരുന്നത്. ജോസ് കെ മാണി വനം മേഖലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ 3 തവണയാണ് പ്രതികരണം നടത്തിയത്. അത് സമൂഹ മാധ്യമങ്ങളിലും ആ പ്രതികരണം വന്നിരുന്നു. ഈ പ്രതികരണങ്ങളെല്ലാം സർക്കാരിനെ പൊതുവായി കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വനനിയമവുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാണിക്കാതെ മറിച്ച് വനം മന്ത്രി AK ശശീന്ദ്രനെ നേരിട്ട് ആക്രമിക്കുന്ന ശൈലിയാണ് അവലംബിച്ചു പോകുന്നത്. അതിനുള്ള കൃത്യമായ എതിർപ്പും അമർഷവുമാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ്റെ പ്രതികരണത്തിലൂടെ പുറത്തു വന്നിട്ടുള്ളത്. സാധാരണ രാഷ്ട്രീയ വിഷയങ്ങളിൽ പോലും വളരെ സൗമ്യമായി പ്രതികരിക്കുന്ന ആളാണ്. എന്നാൽ ഇന്ന് ആ സൗമ്യതയൊക്കെ മാറ്റിവെച്ച് അദ്ദേഹം മുന്നണി മര്യാദ പാലിക്കണം, പക്വത കാണിക്കണമെന്ന് കർശനമായി പറഞ്ഞതിലൂടെ ശക്തമായ ഒരു എതിർപ്പിനെ അദ്ദേഹം മുന്നിട്ടിറങ്ങുന്നു. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ നിന്ന് ആരും അദ്ദേഹത്തെ പിന്തുണയ്ക്കാനില്ലെങ്കിലും അദ്ദേഹം തന്നെ ഈ കാര്യത്തിൽ ജോസ് കെ മാണിയെയും കേരള കോൺഗ്രസ് എമ്മിൻ്റെ വിമർശനത്തെ നേരിടാൻ മുന്നോട്ട് വരുന്നു. എന്നാൽ കേരള കോൺഗ്രസ് എം മുന്നണി മാറുമോ എന്ന ചർച്ചകൾ അന്തരീക്ഷത്തിൽ ഉള്ളതുകൊണ്ട് CPIM-നും അവരുടെ നീക്കങ്ങളിൽ ചെറിയ സംശയമുണ്ട്. ആ രാഷ്ട്രീയ സാഹചര്യം കൂടി മുതലെടുത്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഇപ്പോൾ AK ശശീന്ദ്രൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ പോകുന്നത്. തീർച്ചയായും ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ മുന്നണി മാറുമോ എന്ന ചോദ്യം ഉയരുന്നതിനിടെയാണ് വനം വകുപ്പിന്റെ രൂക്ഷ വിമർശനവുമായി പല ഘട്ടത്തിൽ കേരള കോൺഗ്രസ് എം എത്തിയത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ NCP മുഖ്യമന്ത്രിക്ക് പരാതി നൽകും. ആർക്കൊപ്പം മുഖ്യമന്ത്രിയും CPM നിൽക്കും എന്ന ചോദ്യം കൂടി ബാക്കിയാണ്. അത് വരും ദിവസങ്ങൾ കണ്ടറിയാം. എന്തായാലും ഈ അടുത്ത കാലത്തൊന്നും ഉണ്ടാകാത്ത രീതിയിൽ രൂക്ഷമായ ഭാഷയിലാണ് AK ശശീന്ദ്രൻ ജോസ് കെ മാണിയും കേരള കോൺഗ്രസ് എമ്മിനെയും വിമർശിക്കുന്നത്.